പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ്റെ മൃതദേഹം രാത്രി 7:30 നെടുമ്പാശ്ശേരിയിലെത്തിക്കും. ശ്രീനഗറിൽ നിന്ന് 11:30 എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ഡൽഹിയിലേക്ക് പുറപ്പെടും. അവിടെ നിന്നും 4:20 പുറപ്പെടുന്ന വിമാനത്തിലാണ് നെടുമ്പാശ്ശേരിയിലെത്തിക്കുക. വിവരങ്ങളുമായി സുധീഷ് ചേരുന്നു. സുധീഷ്, വലിയൊരു നഷ്ടമാണ് രാമചന്ദ്രൻ്റെ വിയോഗം. അദ്ദേഹം പൊതുകാര്യ പ്രസക്തിയുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെട്ട ഒരു വ്യക്തി ആയിരുന്നു. എന്താണ് അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുള്ളത്? അനിൽ നമ്പ്യാർ, രാമചന്ദ്രൻ്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് രാത്രി 7:30 നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുമെന്നാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. അതല്പം മുന്നോട്ട് നീങ്ങിയാലും ഇന്ന് രാത്രി തന്നെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിക്കും. അവിടെ നിന്നും സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റാനും അവിടെ സൂക്ഷിക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ 9 മണി വരെ എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും. വീട്ടിൽ 11:30 വരെ മൃതദേഹം ഉണ്ടാവും. അവിടെ വെച്ചാണ് കർമ്മങ്ങളൊക്കെ നടക്കുക. അതിനുശേഷം 12 മണിക്ക് എടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കാരവും നടത്തുക എന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. മൂത്ത ജ്യേഷ്ഠൻ കഴിഞ്ഞ ദിവസമാണ് US പോയത്. അദ്ദേഹത്തിനും ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് എത്തണമെന്ന് ആഗ്രഹം അറിയിച്ചതോടെയാണ് സംസ്കാരം ഒരു ദിവസത്തെ കൂടി മാറ്റിവെച്ചത്. ആദ്യം നാളെ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിലും ജ്യേഷ്ഠ സഹോദരനെ എത്തുന്നതിനും മൃതദേഹം കാണുന്നതിനും എല്ലാം വേണ്ടിയാണ് വെള്ളിയാഴ്ചത്തേക്ക് ഇപ്പോൾ സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും ഇവിടെ ഈ നാട്ടിൽ ഓരോരുത്തർക്കും അവരുമായി വളരെ അടുത്ത് സൗഹാർദ്ദപരമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. 1970-കൾ മുതൽ സംഘപ്രവർത്തകനായിരുന്നു. 91-ൽ ജില്ലാ കൗൺസിലിലേക്ക് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അതിനുശേഷമാണ് വിദേശത്തേക്ക് പോകുന്നത്. വിദേശത്തെ നിന്നും മടങ്ങിയെത്തിയ ശേഷം പിന്നീട് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടും ക്ഷേത്രകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമെല്ലാം പൊതുകാര്യ പ്രവർത്തികളിലെല്ലാം തന്നെ സജീവമായി മുന്നോട്ട് പോവുകയായിരുന്നു. മകൾ നാട്ടിലുണ്ടായിരുന്നു. മകളുടെ 2 കൊച്ചു കുട്ടികളും അവരുടെ കൂടി ആഗ്രഹം സബലീകരിക്കാനാണ് ഈ അവധിക്കാലം അതൊരു വിനോദയാത്രയ്ക്കായി കാശ്മീരിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ തിങ്കളാഴ്ച രാവിലെയാണ് ഇവിടെ നിന്ന് കുടുംബസമേതം പുറപ്പെട്ടത്. അവിടെ എത്തി കുതിരസവാരിക്കും മറ്റുമായി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. മകളുടെയും ചെറുമക്കളുടെയും മുമ്പിൽ വെച്ച് വെടിയുതിർത്താണ് രാമചന്ദ്രനെ കൊലപ്പെടുത്തിയത്. ഈ ഒരു വാർത്ത അത് നാട്ടിൽ വലിയ ഒരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതും. എന്തുതന്നെയായാലും ഇപ്പോൾ ഇന്ന് വൈകിട്ടോടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ കൊച്ചിയിലെത്തും. അതിനുശേഷം വെള്ളിയാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അനിൽ നമ്പ്യാർ. സുധീഷ്, രാമചന്ദ്രൻ്റെ കൂടെയുള്ളവരോട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെയുള്ളവർക്ക് അവരെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? അനിൽ നമ്പ്യാർ, അത്തരത്തിൽ ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച ഏറ്റവും പ്രധാനമായ വിവരം ഇതുവരെയും ഭാര്യ ഷീലയെ ഈ മരണവിവരം അറിയിച്ചിട്ടില്ല. വെടിവെപ്പിൽ കാലിന് പരിക്കേറ്റു, ചികിത്സയിലാണ് എന്നത് മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴും വിമാനത്തിൽ പ്രത്യേക ഭാഗത്തായാണ് മൃതദേഹം സൂക്ഷിക്കുന്നതും ഭാര്യയെ ഇരുത്തുന്നതും. ഇവിടെ എത്തിച്ച ശേഷം മൃതദേഹം നേരെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ സംസ്കാരത്തിന് മുൻപായി മകനും എല്ലാം എത്തിയതിന് ശേഷം വിവരങ്ങൾ അറിയിക്കാം എന്നതാണ് ഇപ്പോൾ ഉള്ള ഒരു ധാരണ എന്നതാണ് അറിയുന്നത്. മൃതദേഹത്തോടൊപ്പം തന്നെ അതേ വിമാനത്തിൽ തന്നെയാണ് ബന്ധുക്കളും വരുന്നത്. മകൻ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ നിന്നും മകൻ നേരിട്ട് കൊച്ചിയിലേക്ക് ഇതിന് മുമ്പ് തന്നെ മൃതദേഹം എത്തിക്കുന്നതിന് മുമ്പ് തന്നെ എത്തും എന്നുള്ളതുമാണ് അടുത്ത മക്കളിൽ നിന്നും മറ്റും ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അനിൽ നമ്പ്യാർ. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ്റെ മൃതദേഹം ശ്രീനഗറിൽ നിന്നും ഡൽഹിയിലെത്തിച്ചു. രാത്രി 8 മണിയോടെ അവിടെ നിന്നും നെടുമ്പാശ്ശേരിയിൽ മൃതദേഹം എത്തിക്കും. ബംഗളൂരുവിലുള്ള രാമചന്ദ്രൻ്റെ മകനും വൈകിട്ട് കൊച്ചിയിലെത്തും. വെള്ളിയാഴ്ചയാണ് സംസ്കാരം. രാവിലെ 7 മുതൽ 9 വരെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനവും നടക്കും. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.